നമ്മളിതാ ഇപ്പോൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൊട്ടാരക്കരയിലെ മാവടിയിലാണ്. സ്ഥാനാർത്ഥിയെ കണ്ടല്ലോ, അഡ്വക്കേറ്റ് അരുൺകുമാറാണ്. രാവിലെ ഞങ്ങൾ കൊട്ടാരക്കരയിൽ കാണാൻ വന്ന് ഇങ്ങനെ മാവടിയിലെത്തി. മാവടിയിൽ ഇതാ രാവിലെ അദ്ദേഹം ഇങ്ങനെ ഓരോ പ്രദേശത്ത് ഓരോ ഗ്രാമത്തിലും എത്തി ഇങ്ങനെ ആളുകളെയൊക്കെ വോട്ടർമാരെയൊക്കെ കണ്ടുവരുന്നു. എങ്ങനെയുണ്ട് ഈ മണ്ഡലത്തിൻ്റെ ഒരു പൾസ്, അത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എങ്ങനെയാണ് ഇപ്പം മനസ്സിലാക്കുന്നത്? ഈ മണ്ഡലം ഞങ്ങളുടെ യോഗങ്ങളിലും പൊതുവായി ആളുകളെയെല്ലാം കണ്ടപ്പോൾ പൊതുവായി ആദ്യം മുതലേ കേൾക്കുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, മാവേലിക്കര മാറും അല്ലെങ്കിൽ മാവേലിക്കര മാറണം എന്നൊക്കെയുള്ള ചില വർത്തമാനങ്ങൾ പല ഭാഗങ്ങളിലുണ്ടായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോൾ ഇറങ്ങിയപ്പോൾ അതൊരു വലിയ ശബ്ദമായി ആകെ മാറിയിരിക്കുന്നു. മാവേലിക്കര മാറുവാൻ വേണ്ടി പോകുന്നു, മാറ്റത്തിന് വേണ്ടിയിട്ട് മാവേലിക്കര കൊതിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് വോട്ടർമാരോട് സംസാരിച്ചോളൂ കേട്ടോ, നമ്മളതൊരു തടസ്സമാക്കുന്നില്ല. കീർത്തി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിയോജക മണ്ഡലമാണ്, നിയമസഭാ മണ്ഡലമാണ് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൻ്റെ വടക്കേ അതിർത്തിയാണ് ഈ പ്രദേശം. മാവടി എന്ന സ്ഥലമാണ്. അപ്പോൾ ഉളക്കുഴ കുളക്കട ഗ്രാമപഞ്ചായത്തിലെ മാവടി വാർഡിലെ അംബേദ്കർ കോളനി. അപ്പോൾ സ്ഥാനാർത്ഥി പറഞ്ഞു വന്നതിലേക്ക് പോകാം. മാവേലിക്കരയുടെ മാറ്റത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതെ. അപ്പോൾ അത് നമ്മൾ ഈ മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്, ആളുകളെല്ലാം പറയുന്നത് മാവേലിക്കര മാറും എന്ന തരത്തിലാണ്. നമ്മൾ ഒന്നാം റൗണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി, ആ പറയുന്നതിനകത്ത് വസ്തുതയുണ്ട്. ജനം ഭയങ്കരമായി പ്രതികരിക്കുന്നു. ജനം ആവശ്യപ്പെടുന്നു ഒരു മാറ്റം ഉണ്ടാകണമെന്നും പറഞ്ഞിട്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്, അവർ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്, നിങ്ങൾ വന്ന് വോട്ട് ചോദിച്ചു, ഞങ്ങൾ വോട്ട് തരാം, പക്ഷേ ഒറ്റ കണ്ടീഷൻ, ഞങ്ങൾക്കൊരു വാഗ്ദാനം തരണം. അപ്പം ഞാൻ ഞെട്ടി. എന്താണ് നമുക്കാകെ അറിയാവുന്നത്, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മാത്രം ശീലമേ ഉള്ളൂ, പറ്റാത്ത കാര്യങ്ങൾ വെറുതെ പറഞ്ഞ് വാഗ്ദാനം കൊടുക്കുന്ന ശീലം നമുക്കില്ലതാനും. അപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. അപ്പം നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷമായി. നമുക്കാകെ അറിയാവുന്നത് അതുമാണ്, ജനത്തോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് ഇത്രയും നാൾ അറിയാവുള്ളൂ. അത് വിദ്യാർത്ഥി രാഷ്ട്രീയം പോലും ഇങ്ങോട്ട് നോക്കിയാൽ കഴിഞ്ഞ ഒരു 10-22 കൊല്ലക്കാലം ഈ നാടിനോടൊപ്പം നിന്ന ഒരു ചരിത്രം മാത്രമാണ് നമുക്ക് കൈമുതലായി ഉള്ളത്. അപ്പോൾ സ്ഥാനാർത്ഥിയോട് വോട്ടർമാർ ചോദിച്ച ഏക ആവശ്യം എന്നുള്ളത് അവർക്കൊപ്പം ഉണ്ടാവണം, മണ്ഡലത്തിലുണ്ടാവണം എന്ന നിലയിൽ പറഞ്ഞത്. വേറെ യാതൊരുവിധ ഞങ്ങൾക്ക് റോഡ് വേണം, ഞങ്ങൾക്ക് പാലം വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു ബിൽഡിങ് വേണം, അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഈ മണ്ഡലത്തിലെ ഒരു 100 പേരെ കണ്ടാൽ 98 ആളുകളും എന്നോട് പറഞ്ഞത് ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയോട് അവർ പറയണമെങ്കിൽ എന്താണ് അവരുടെ അനുഭവം? അതേക്കുറിച്ച് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതൊന്നും ഒരു ക്രിയേറ്റീവ് ചെയ്ത സാധനങ്ങളല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് മാവേലിക്കര മാറണമെന്ന് ഈ മണ്ഡലത്തിൻ്റെ ഏതോ ഒരു കോണിലെ ഒരു വീടിനകത്ത് തുടങ്ങി വെച്ചൊരു ചർച്ച ഇന്ന് ഇങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുതന്നെയാണ് ജനങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടോ, ഞങ്ങൾ വോട്ട് ചെയ്യും. അല്ല, ഇത് പറയുമ്പോൾ UDF-കാർ, ചില UDF പ്രവർത്തകരോ കോൺഗ്രസ് നേതാക്കളൊക്കെ എന്നോടടക്കം സംസാരിച്ചോ പറഞ്ഞതെന്നറിയോ, അതായത് കൊടിക്കുന്നിൽ നേരത്തെ തോറ്റിട്ടുണ്ട്, പക്ഷേ കൊടിക്കുന്നിലിനെ മാവേലിക്കര തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നു, വീണ്ടും 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 ജയിപ്പിക്കുന്നു. അതുപോലെ തന്നെ അരുൺ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള CPI-യുടെ നേതാവായി നിൽക്കുന്നു, YF-ൻ്റെ നേതാവായി നിൽക്കുന്നു. ഒരുപാട് നേതാക്കന്മാരെ തോൽപ്പിച്ചിട്ടില്ലേ കൊടിക്കുന്നിൽ എന്നൊക്കെ തരത്തിലാണ് അവരുടെ ഒരു ആശ്വാസം, അവരുടെ പ്രതീക്ഷ പോകുന്ന ആ വഴിക്കാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഞാനും കേട്ടു ചില കണക്കുകൾ, പ്രായത്തിൻ്റെ കണക്കുകളൊക്കെ പറയുന്നത് കേട്ടു. അപ്പം ഇങ്ങനെ നേരത്തെ മുതലേ ഇങ്ങനെ പറയുന്നത് എന്താ പറയുന്നത്, ഞങ്ങളുടെ RSNൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം ചെറുപ്പമായിരുന്നു, ഞങ്ങളുടെ ചെങ്ങറ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അദ്ദേഹം ചെറുപ്പമായിരുന്നു, ഞങ്ങളുടെ ചിറ്റയം കുമാർ മത്സരിച്ച അദ്ദേഹം ചെറുപ്പമായിരുന്നു, പിന്നെ ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. പക്ഷേ ഇത് ഞങ്ങളുടെ കാൻഡിഡേറ്റുകളുടെ പ്രായം മാത്രമേ പറയുന്നുള്ളൂ, അപ്പുറത്ത് പറയുന്നില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഞാൻ 83-ൽ ജനിച്ച ആളാണ്, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 89-ൽ തുടങ്ങി, എൻ്റെ 6ാമത്തെ വയസ്സിൽ മത്സരിക്കാൻ തുടങ്ങിയ ആളാണ്. അതാണ് ഈ മാവേലിക്കരയുടെ മാറ്റം എന്ന് പറയുന്നതിലെ വോട്ടർമാർക്കിടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായി. മണ്ഡലത്തിൻ്റെ ഒരു പൊതുവസ്ഥ, ഇതൊരു വിപുലമായ മണ്ഡലമാണ്. യാത്ര ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണ്? അതെ വിശാലമായ മണ്ഡലത്തിന് അപ്പുറത്തേക്ക് വ്യത്യസ്തമായ കൾച്ചറാണ് ഉള്ളത്. ഒന്ന് കുട്ടനാട് കാർഷിക മേഖലയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അവിടെയെല്ലാം ഇങ്ങനെ പര്യടനം നടത്തി. അപ്പോൾ അവർ പറഞ്ഞൊരു സംഭവം, അവിടെ സിവിൽ സ്റ്റേഷനുണ്ട്,
അപ്പോൾ അതിന് ലിഫ്റ്റ് കൊടുക്കാമെന്ന് ഒരു വാഗ്ദാനം പറഞ്ഞതായി ഇങ്ങനെ കേൾക്കുന്നു. നമുക്കറിയില്ല. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ ഞങ്ങൾക്ക് ലിഫ്റ്റൊന്നും വേണ്ട, നേരെ കേന്ദ്രത്തിൽ പോയിട്ട് ആ കുട്ടനാട് പാക്കേജ് നടപ്പാക്കി കൊണ്ടുവരണം. അതാണ് കുട്ടനാട്ടുകാർക്ക് ആവശ്യം. കുട്ടനാട്ടിലെ പാടത്തിലൊന്നും ലിഫ്റ്റിൻ്റെ ആവശ്യമില്ല. അവിടെ വേണ്ടത് സമഗ്രമായ വികസനമാണ്. സ്വാമിനാഥൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് കേന്ദ്ര സഹായം കൂടിയാണ്. അതെ 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 സ്വാമിനാഥൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ചധികം കർഷകർക്ക് ആശ്വാസകരമായ സമീപനങ്ങളുണ്ടാകും. സംസ്ഥാന സർക്കാർ എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ അതിനൊരു വലിയ സഹായകരമായിട്ട് ഇത്തരം ഒരു പ്രോജക്റ്റിൻ്റെ മറ്റു മണ്ഡലങ്ങളോ ഇപ്പോൾ അതിൻ്റെ അപ്പർ കുട്ടനാട് ചേരുന്ന ചങ്ങനാശ്ശേരി കിടക്കുന്നു. ചങ്ങനാശ്ശേരിക്കാരുടെ പൊതുവായ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവരെന്താ പറയുന്നത്, അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം അതൊന്നും കാര്യമായി എന്താ പറയുന്നത്, കോട്ടയം കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു സെൻറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമായ വികസനമൊന്നും അവിടെ നടന്നിട്ടില്ല. അതാണ് അവരെ സംബന്ധിച്ചുള്ള ഒരു പൊതുവായ കാഴ്ചപ്പാട്. ചെങ്ങന്നൂരിലേക്ക് വന്നാൽ ചെങ്ങന്നൂരിൽ എന്താ പറയുന്നത്, ശബരിമലയുടെ ഒരു ഇടത്താവളം എന്ന തരത്തിലാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സ് വന്നത്. പക്ഷേ അത്രയും മതിയോ? അങ്ങനെയാണോ? അല്ലെങ്കിൽ നമ്മുടെ ഈ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നറിയപ്പെടുന്ന മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? അപ്പോൾ അതെല്ലാം ഇങ്ങനെ മുന്നിൽ ഇങ്ങോട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സമഗ്രമായ വികസനം ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കൊട്ടാരക്കരയുണ്ട്, കുന്നത്തൂരുണ്ട്, പത്തനാപുരമുണ്ട്. അപ്പം അവിടെയൊക്കെ അവർ പലതും ആഗ്രഹിക്കുന്നുണ്ട്. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്. അവരുടെ ആഗ്രഹങ്ങൾ വളരെ ചെറുതാണ്. നമുക്കതൊക്കെ സിമ്പിളായി ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയും. പിന്നീട് അതിനകത്തൊക്കെ നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ PS ആയി ഇരുന്നയാളാണ്. ഞാനായിരുന്നു അദ്ദേഹത്തിൻ്റെ 2 കൊല്ലക്കാലം ആ മണ്ഡലം നോക്കിയത്, ചേർത്തല. അപ്പം ആ മണ്ഡലം നോക്കിയാൽ, ആ മണ്ഡലത്തിൽ പോയാൽ നമുക്കറിയാൻ വേണ്ടി പറ്റും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്. അവിടെ ഞങ്ങളെ സംബന്ധിച്ച് എന്താ പറയുന്നത്, ഇപ്പോൾ 2024-25 വർഷത്തെ ഫണ്ടിങ്ങിൻ്റെ സംവിധാനം ഞങ്ങൾ 2024 ഏപ്രിൽ മാസം 1-ാം തീയതി തുടങ്ങും. എന്ന് വെച്ചാൽ ജനുവരിക്ക് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ പറയുന്ന അനുവദിച്ച തുക MLA ADS SDFിൻ്റെയും മുഴുവൻ തുകകളും താഴേക്ക് വിനിയോഗിച്ച് പോകാൻ വേണ്ടിയിട്ട് കഴിയും. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്, വലിയൊരു അനുഭവ പരിചയം, വലിയ എക്സ്പീരിയൻസ് ആണ്. എങ്ങനെ നമുക്കിതൊക്കെ മണ്ഡലങ്ങളെ നോക്കാം, എങ്ങനെ അതൊക്കെ ചെലവഴിക്കാം, അതിനകത്ത് ഫണ്ടിങ്ങിൻ്റെ സംവിധാനം, എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവരാം, എന്തെല്ലാമാണ് ഒരു വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങൾക്ക് ആവശ്യമായത്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, ഇവിടെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അഭ്യസവിദ്യരായ ഒരുപാട് ചെറുപ്പക്കാർ ധാരാളമായുണ്ട്. ഞങ്ങളെല്ലാം ഈ ചേർത്തലയിലും എല്ലാം ചെയ്തതുപോലെ തൊഴിൽ മേള നമുക്ക് സംഘടിപ്പിക്കാം. അതിനകത്ത് എന്താ പറയുന്നത്, ഒരു കേന്ദ്രത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു പാർലമെൻറ്റ് മെമ്പർക്ക് ഒരുപാട് അത്തരത്തിലുള്ള എന്താ പറയുന്നത് വ്യവസായ സംരംഭകരെയൊക്കെ കൊണ്ടുവന്ന് നമുക്കിവിടെ അത്തരം സംവിധാനങ്ങൾ സംഭവിക്കാം. 100 പേരിൽ 10 പേർക്കൊരു തൊഴിൽ കിട്ടിയാൽ അത് വലിയ കാര്യമല്ലേ?